Hi all, today I'm going to explain one problem in the case of invoice price method under consignment accounts. Let's start. ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക, നമ്മൾ അതിൻ്റെ ജേർണൽ എൻട്രീസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഓൺ 1st June 2020, Johnson and Company of Kolkata consigned 100 cases of milk powder to Thomas and Company of Mumbai. The goods were charged at a pro forma invoice value of rupees 10,000, including a profit of 25% on invoice price. On the same date, the consignor paid rupees 600 for freight and insurance. On 1st July 2020, the consignee paid import duty 1,000, dock dues 200. On 1st August 2020, they sold all 100 cases for rupees 12,500 and sent a remittance for the balance due to the consignor after deducting commission at the rate of 5% on gross sales proceeds. Show the consignment account and Thomas and Company account in Johnson and Company's book. അപ്പോൾ ഇവിടെ ജോൺസൺ ആൻഡ് കമ്പനി ആണ് കൺസൈൻമെന്റ് ഏൽപ്പിക്കുന്നത് 100 cases of milk powder. അപ്പോൾ ജോൺസൺ ആൻഡ് കമ്പനി ആണ് കൺസൈനർ, തോമസ് ആൻഡ് കമ്പനി ഓഫ് മുംബൈ ആണ് കൺസൈനി. 25% ആണ് പ്രോഫിറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇൻവോയ്സ് പ്രൈസ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് 10,000 എന്ന് പറയുന്നത്. അതിൽ 25% പ്രോഫിറ്റ് ആണെന്നാണ് ആ ഒരു സെന്റൻസിന്റെ മീനിങ്. ദെൻ ഓൺ ദ സെയിം ഡേറ്റ് കൺസൈനർക്ക് ഇൻകർ ചെയ്തിരിക്കുന്ന എക്സ്പെൻസസ് 600 ഫ്രൈറ്റും പിന്നെ ഇൻഷുറൻസും ആണ്. അത് 600 ആണ് ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസ്. പിന്നെ കൺസൈനിന്റെ എക്സ്പെൻസസ് പറയുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടി 100ഉം ഡോക്ക് ഡ്യൂ 200 രൂപയുമാണ്. പിന്നെ 100 കേസസും വിറ്റിരിക്കുന്നത് കൺസൈനി വിൽക്കുന്നത് 12,500 കമ്മീഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് 5% ആണ്. അപ്പൊ നമ്മളോട് കൺസൈൻമെന്റ് അക്കൗണ്ട് ആണ് പറയുന്നത്. അപ്പൊ ഇൻവോയ്സ് ഇവിടെ തന്നിരിക്കുന്നത് ഇൻവോയ്സ് പ്രൈസ് അല്ല. അപ്പൊ ഇൻവോയ്സ് പ്രൈസിൽ എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുക? നമ്മൾ കോസ്റ്റ് പ്രൈസിലായിരുന്നു കഴിഞ്ഞ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഇൻ ദ ബുക്സ് ഓഫ് ജോൺസൺ ആൻഡ് കമ്പനി, കൺസൈനറുടെ ബുക്കിൽ കൺസൈൻമെന്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. നമ്മൾ എൻട്രീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എമൗണ്ട് റെക്കോർഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഇൻവോയ്സ് പ്രൈസ് ആണ്, നമ്മൾ ഇൻവോയ്സ് പ്രൈസിലാണ് പ്രോബ്ലം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവോയ്സ് പ്രൈസ് ആണ് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. 10,000 rupees ഇൻവോയ്സ് പ്രൈസ് വരും. ദെൻ പിന്നെ കൺസൈനർക്ക് ഇൻകർ ചെയ്തിരിക്കുന്ന എക്സ്പെൻസസ് പറഞ്ഞിട്ടുണ്ട് 600. അപ്പോൾ നമ്മൾ എൻട്രി എന്തായിരുന്നു? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, അത് 600 റെക്കോർഡ് ചെയ്യുന്നു. പിന്നെ കൺസൈനിക്ക് ഇൻകർ ചെയ്തിരിക്കുന്ന എക്സ്പെൻസസ് നമ്മൾ മാർക്ക് ചെയ്യുന്നതാണ്, റെക്കോർഡ് ചെയ്യുന്നതാണ്. കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി ആണ്. എത്രയാണ് എക്സ്പെൻസസ്? 1,000 ഫ്രൈറ്റും 1,000 ഇമ്പോർട്ട് ഡ്യൂട്ടിയും പിന്നെ ഡോക്ക് ഡ്യൂ എന്ന് പറഞ്ഞിട്ട് 200. അങ്ങനെ 1,200 ആണ് കൺസൈനിക്ക് ഇൻകർ ചെയ്തിരിക്കുന്ന എക്സ്പെൻസസ്. അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തു. പിന്നെ സെയിൽസ് പ്രൊസീഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. സെയിൽസ് പ്രൊസീഡ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. ബൈ കൺസൈനി എന്ന് പറഞ്ഞിട്ട് സെയിൽസ് റെക്കോർഡ് ചെയ്യും. ഇപ്പൊ ഇവിടെ സെയിൽസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 100 കേസസും വിറ്റു 12,500 വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ എമൗണ്ട് നമ്മൾ ഇവിടെ ഇരുന്നു. ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ 12,500 എത്രക്കാണോ വിറ്റത് ആ എമൗണ്ട് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നു. പിന്നെ വരുന്നത് കൺസൈനിയുടെ കമ്മീഷൻ ആണ്. കൺസൈനിയുടെ കമ്മീഷൻ ചാർജ് ചെയ്യേണ്ടത് പിന്നെ സെയിൽസ് പ്രൊസീഡ്സിന്റെ മേലെയാണ്. ഇപ്പോ 5% ആണ് കമ്മീഷൻ പറയുന്നത്. അപ്പോൾ 12,500 into 5/100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കൺസൈനിക്ക് ചാർജ് ചെയ്തിരിക്കുന്ന കമ്മീഷൻ കാണാൻ വേണ്ടി പറ്റും. അതായത് 12,500ന്റെ മേലെ 5% നമ്മൾ ചാർജ് ചെയ്യുന്നു. അതാണ് എന്ത്? 625. അതാണ് കമ്മീഷൻ എമൗണ്ട് ആയിട്ട് വരുന്നത്. Then next
നമ്മൾ പറഞ്ഞല്ലോ ഇൻവോയ്സ് പ്രൈസിലാണ് സാധനങ്ങൾ സെൻഡ് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അതിൽ ലോഡ് എമൗണ്ട് പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പൊ അത് ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. 10,000 ആണ് ഇൻവോയ്സ് പ്രൈസ് എന്ന് തന്നിട്ടുണ്ട്. അതിൽ 25% എന്താണ് പ്രോഫിറ്റ് ആണെന്ന് കൃത്യമായി ക്വസ്റ്റ്യനിൽ പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഡൗട്ട് ഒന്നും വരാനില്ല. നമ്മുടെ ആ 25% വെച്ചിട്ട് ലോഡ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് എൻട്രി കാണിക്കുന്നു. എൻട്രി കാണിക്കേണ്ടത് കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കേണ്ടത്. ഓക്കെ, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. അപ്പൊ അത് റെക്കോർഡ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ്? 2500 എന്ന് വന്നു കഴിഞ്ഞാല് 10,000 ഇൻറ്റു പിന്നെ 25% അല്ലേ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് 10,000ന്റെ 25% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2,500 നമുക്ക് കിട്ടും. അതാണ് ലോഡ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ ലോഡ്, അതായത് ഇവിടെ ഗുഡ്സ് സെൻഡ് ചെയ്ത 10,000ല് 25% പ്രോഫിറ്റ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ആ ലോഡ് എമൗണ്ട് മാത്രം ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. ഇങ്ങനെ ഇത് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൺസൈൻമെന്റ് ബേസിസിൽ ജോൺസൺ ആൻഡ് കമ്പനിക്ക് ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ക്വസ്റ്റ്യനില് പ്രോഫിറ്റ് ആണ് ഉള്ളത്. 2,575 ആണ് എന്ത് നമ്മുടെ പ്രോഫിറ്റ്, കൺസൈൻമെന്റിൽ വന്നിരിക്കുന്ന പ്രോഫിറ്റ്. ഓക്കെ, നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് കൺസൈനി അക്കൗണ്ട് ആണ്. ഇവിടെ തോമസ് ആണ് കൺസൈനി, അതുകൊണ്ട് തന്നെ തോമസ് ആൻഡ് കമ്പനി അക്കൗണ്ട് കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്നു. ഡെബിറ്റ് സൈഡിൽ സെയിൽസ് പ്രൊസീഡ്സ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. 12,500 കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും. അതുപോലെ എക്സ്പെൻസസ് കാണിക്കുന്നു. 1,200 കൺസൈനിക്ക് ഇൻകർ ചെയ്തിരിക്കുന്ന എക്സ്പെൻസസ് 1,200. പിന്നെ വരുന്നത് കൺസൈനി ചാർജ് ചെയ്ത കമ്മീഷൻ ആണ് 625 കാണിക്കുന്നു. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ കൺസൈനിന്റെ അടുത്ത് നിന്നും കൺസൈനർക്ക് എത്ര എമൗണ്ട് കിട്ടാനുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഫുൾ പേയ്മെന്റ് കൊടുക്കുന്നുണ്ട് നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാലൻസ് ഫിഗർ 10,675 ആണ് ഈ ഒരു കൺസൈൻമെന്റ് ട്രാൻസാക്ഷനിൽ ഇനി ക്യാഷ് ആയിട്ട് കൺസൈനർക്ക് കൊടുക്കാനുള്ളത്. ഇത്രയാണ് ഈ പ്രോബ്ലത്തിൽ പറയുന്നത്. ഓക്കെ.